ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പഠനസഹായിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോപ്പറേഷൻ്റെ പ്രിൻസിപ്പിൾസ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ. The term principle derived from the Latin word principium meaning basis has different meanings. The primary data, a certain thesis, a rule of an ഓർഗനൈസേഷൻ. പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന വേർഡ് ഡെറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് ലാറ്റിൻ വേർഡായിട്ടുള്ള പ്രിൻസിപ്പിയം എന്ന വാക്കിൽ നിന്നാണ് പ്രിൻസിപ്പിൾ എന്ന വാക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ബേസിസ് ആണ്. അതിന് മറ്റ് ചില മീനിങ്ങുകൾ കൂടിയുണ്ട്. പ്രൈമറി ഡാറ്റ, അതുപോലെ തന്നെ സർട്ടൻ തീസിസ്, എ റൂൾ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഇത്രയൊക്കെയാണ് പ്രിൻസിപ്പിളിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. The principles of cooperation may be considered as the board guidelines for cooperative societies in the conduct of various activities. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വേരിയസ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ പ്രിൻസിപ്പിൾസും ഗൈഡ് ലൈൻസൊക്കെ ആവശ്യമാണ്. അതാണ് പറയുന്നത്. അതിൽ മെയിനായിട്ടുള്ളൊരു മോട്ടോയാണ് ഓൾ ഫോർ വൺ ആൻഡ് വൺ ഫോർ ഓൾ. നമ്മൾ കോപ്പറേഷൻ്റെ മോട്ടോ പറഞ്ഞു, അതുപോലെ തന്നെ ഉള്ളൊരു മോട്ടോയാണ്. അതുപോലെ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. എല്ലാം ഒരാൾക്കും, അതുപോലെ ഓരോന്നും എല്ലാവർക്കും. മറ്റുള്ളവർ സ്വന്തമായിട്ട് ഹെൽപ്പ് ചെയ്യുക, പരസ്പരം സഹായിക്കുക. ഇതാണ് കോപ്പറേഷൻ പ്രിൻസിപ്പിൾസിൻ്റെ മോട്ടോ ആയിട്ട് വരുന്നത്. ഇനി കോപ്പറേഷൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പ്രിൻസിപ്പിളാണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ. The first cooperative society named into being in 1760. 1760 കോപ്പറേറ്റീവ് സൊസൈറ്റി ആദ്യമായിട്ട് നിലവിൽ വരുന്നത്. അത് കൊണ്ടുവന്നത് വൂൾസ് വിക്ക് ആൻഡ് ചാറ്റൻ. ഇവർ രണ്ടുപേരുമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. There were various cooperative societies formed on different lines in between 1760-1844 periods, but they did not succeed. 1760 മുതൽ 1844 വരെ കുറേ കോപ്പറേറ്റീവ് സൊസൈറ്റികൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും അവയൊന്നും വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് 1844 28 ഫ്ലാനൽ വീവ്സ് എന്ന് പറഞ്ഞിട്ട് റോക്ക്ഡെയിൽ കൊണ്ടുവന്നിട്ടുള്ള, ഇംഗ്ലണ്ടിൽ റോക്ക്ഡെയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടായിരുന്നു. അതാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ദേ സക്സീഡ് ഓൺ ദെയർ വെഞ്ചർ ബേസിക്കലി ഓൺ ദി ഫാക്ട് ദാറ്റ് വേർ റണ്ണിങ് ദി സ്റ്റോർ വിത്ത് സം ബേസിക് പ്രിൻസിപ്പിൾസ്. അവർ കുറച്ച് പ്രിൻസിപ്പിൾസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ആ കോപ്പറേറ്റീവ് സൊസൈറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കോപ്പറേറ്റീവ് സൊസൈറ്റി വിജയിച്ചു. ഇന്നും ഇംഗ്ലണ്ടിൽ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി നിലനിൽക്കുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് അന്ന് അവരുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി വിജയിക്കാൻ കാരണമായിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. പ്രിൻസിപ്പിൾസ്: ഓപ്പൺ മെമ്പർഷിപ്പ്. എല്ലാവർക്കും മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പറ്റും. ആ ഒരു സ്ഥലത്തുള്ള എല്ലാവർക്കും മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് കൺട്രോൾ. ഒരു ഡെമോക്രസി ഉണ്ടായിരുന്നു. എല്ലാവരും ഈക്വലായിട്ട് കാണുക എന്നുള്ളൊരു രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 3 ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് ലിമിറ്റഡ് ആയിരുന്നു. 4 പാട്രോണേജ് ഡിവിഡൻഡ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ കൂടുതൽ കൊണ്ടുവന്നു എന്ന് കരുതിയിട്ട് അയാൾക്ക് ഡിവിഡൻഡ് കൂടുതൽ കൊടുക്കില്ല. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ളൊരു ഡിവിഡൻഡ് ഷെയറിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അടുത്തത് ക്യാഷ് ട്രേഡിങ്. ക്യാഷ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്രെഡിറ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഇല്ലായിരുന്നു. അടുത്തത് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. പൊളിറ്റിക്കൽ നോക്കിയിട്ടോ റിലീജിയസ് നോക്കിയിട്ടോ ആയിരുന്നില്ല അവരവരുടെ ട്രാൻസാക്ഷൻസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് അംഗങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. അടുത്തത് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന് വേണ്ടി പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ. ആൻഡ് ലാസ്റ്റ് വൺ സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റ് ഗുഡ്സ്. അതായത് നല്ല ക്വാളിറ്റിയുള്ള ഗുഡ്സ് ശരിയായ പ്രൈസിന്, അതായത് കസ്റ്റമർക്ക് വാങ്ങാൻ പറ്റുന്ന പ്രൈസിന് തന്നെയായിരുന്നു
സെൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയാണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട് പറയുന്നത്. രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് പ്രിൻസിപ്പിൾ, ICA പ്രിൻസിപ്പിൾ. International Cooperative Alliance is an international body set up for the promotion of cooperative ideas and spreading the principles of cooperation around the world. ലോകത്ത് കോപ്പറേഷൻ ഉണ്ടാക്കുക, കോപ്പറേഷനെ പറ്റി സ്പ്രെഡ് ചെയ്യിക്കുക, അതിൻ്റെ പ്രിൻസിപ്പിൾസ് സ്പ്രെഡ് ചെയ്യിപ്പിക്കുക എന്നതിൽ അതിനെ കോപ്പറേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ബോഡിയാണ് ICA, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് എന്ന് പറയുന്നത്. ഡ്യൂ ടു എനോർമസ് ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫ്രണ്ട്സ്, the International Cooperative Alliance appointed a subcommittee in 1934 to take a fresh look at the cooperative principles. അതിന് വേണ്ടിയിട്ട് 1934 സോഷ്യലും എക്കണോമിക്കും പൊളിറ്റിക്കലും ഒക്കെ ആയിട്ടുള്ള എല്ലാ ഇതിൽ നിന്നും അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചു 1934. They evaluated the principles initiated by Rockdale, its relevance and observance in the present time, and finally submitted its report in 1937. അത് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിളും അതുപോലെ തന്നെ ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഒരു പ്രസൻ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് 1937 ICA സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. Based on subcommittee report, the ICA, instead of formulating principles, they simplified, classified the Rockdale principles into two essential and non-essential in 1937. ആ റിപ്പോർട്ട് പ്രകാരം 1937 റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിൽ ഉണ്ടായിരുന്ന പ്രിൻസിപ്പിൾസിനെ രണ്ടായി തരംതിരിച്ചു. ഒന്ന് എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും രണ്ടാമത്തത് നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും, അങ്ങനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ടായിരുന്നു റോക്ക്ഡെയിൽ പ്രിൻസിപ്പിളിന്. അതാണ് ICA പ്രിൻസിപ്പിൾസിൽ വരുന്നത്. അത് ഏതൊക്കെയാണ് എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാട്രോണേജ് ഡിവിഡൻഡ്, റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. ഇത്രയാണ് എസെൻഷ്യൽ പ്രിൻസിപ്പിൾസും. ബാക്കി വരുന്ന ക്യാഷ് ട്രേഡിങ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റ് ഗുഡ്സ്, ഈ മൂന്നെണ്ണം നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസായിട്ട് ക്ലാസിഫൈ ചെയ്തു ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൽ. അടുത്ത് വന്നിട്ടുള്ള പ്രിൻസിപ്പിളാണ് കാർവേ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. Again in 1960, due to the dynamic nature of the world, ICA appointed a commission in 1964. 1960 നമ്മുടെ ലോകത്തിലെ തന്നെ നാച്ചറൊക്കെ മാറ്റം വന്നു. അപ്പം ആ ഒരു സമയത്ത് ICA എന്ത് ചെയ്തു, 1964 ഒരു കമ്മീഷനെ കൂടി അപ്പോയിൻ്റ് ചെയ്തു. ആ കമ്മീഷനിൽ ഉണ്ടായിരുന്നവരാണ് നമ്മുടെ UK, USA, USSR, ജർമ്മനി ആൻഡ് ഇന്ത്യ. ഈ 5 രാജ്യങ്ങളാണ് കാർവേ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഭാഗമായിട്ട് 1964 ICA രൂപീകരിച്ച കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. അതിൽ ഇന്ത്യയുടെ ചെയർമാനായിരുന്നു DJ കാർവേ എന്ന് പറയുന്നത്. അതിൻ്റെ പേരിലാണ് കാർവേ കമ്മീഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ അവർ ഉപയോഗിച്ചിരുന്ന 1966 ആ സമയത്തെ റിപ്പോർട്ട് അവർ സബ്മിറ്റ് ചെയ്തു, ICAക്ക് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ അന്നത്തെ അവർ ഉപയോഗിച്ച ആ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്. ഈ ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, എല്ലാവർക്കും ഫ്രീ ആയിട്ട് മെമ്പർഷിപ്പ് ഉള്ളത്. പിന്നെ ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. ഓരോ മെമ്പറിനും ഓരോ വോട്ട് എന്ന നിലക്കുള്ള വോട്ടിംഗ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. മെജോറിറ്റി റൂൾസ് ഇൻ ഓൾ മാറ്റേഴ്സ്, എല്ലാ കാര്യത്തിലും ഒരേ റൂൾ തന്നെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കമ്മിറ്റി ഓഫ് മാനേജ്മെൻറ്റ് ഷുഡ് ഓൾവേസ് ഹാവ് ദി അതോറിറ്റി ഓഫ് മെമ്പേഴ്സ് ബിഫോർ ദേ ടേക്ക് എനി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്.
അത് കമ്മിറ്റി ഒരു അതോറിറ്റീനെ, മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു അതോറിറ്റീനെ നിയമിക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിന് ആക്ഷൻസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്നുണ്ട്. അതാണ് പറയുന്നത്. ഇതാണ് ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റിൽ വരുന്ന കാര്യങ്ങൾ. മൂന്നാമത്തത് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ലിമിറ്റഡ് ആണ്. 4 ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് അല്ല അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ കൂടി ഒരു പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതവർ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള സർവീസുകൾക്കും, എന്നിട്ടും നമ്മുടെ ബാലൻസൊക്കെ പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ മെമ്പേഴ്സിനും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒന്നാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് അതെല്ലാം മെമ്പേഴ്സിനുള്ള എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു മെമ്പേഴ്സിന്, അങ്ങനെ എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുക്കാൻ കൂടി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാർവേ കമ്മിറ്റി പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത്രയും ഇത്. അടുത്തത് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്. കോപ്പറേഷൻ ഉണ്ടെങ്കിൽ കോപ്പറേറ്റീവ് ഉണ്ടാവുകയുള്ളൂ അല്ലേ. അതാണ് കാർവേ കമ്മിറ്റിയിൽ പറയുന്ന പ്രിൻസിപ്പിൾസ്. നാലാമത് വന്നിട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ബൈ ICA ഇൻ 1995. ദ ICA ടോക്കിയോ കോൺഗ്രസ് ഹെൽഡ് ഇൻ 1992. 1992 ടോക്കിയോയിൽ ICA കോൺഗ്രസ് ഹെൽഡ് ചെയ്തു. ഇനീഷ്യേറ്റഡ് സ്റ്റെപ്സ് to review the current ICA cooperative principles of 1966 and make possible changes to prevent the erosion in values of cooperation. 1966 ഉണ്ടായിരുന്ന ICA പ്രിൻസിപ്പിൾസിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ് 1992 ICA പ്രിൻസിപ്പിൾ കൊണ്ടുവരുന്നത്. ടോക്കിയോയിൽ കേട്ടോ. 1966 ഉണ്ടായിരുന്നത് 5 രാജ്യങ്ങളിലായിരുന്നു. And based on the direction given to Dr. Ivan McPherson, he reviewed the principles and submitted a report in 1994, which was approved by ICA General Assembly in Manchester in September 1995. 1994 ഇതുമായി ബന്ധപ്പെട്ട് കാനഡക്കാരനായ ഇവാൻ മാക്ഫേഴ്സൺ ഇതിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. റിവ്യൂ ഒക്കെ നടത്തി, പ്രിൻസിപ്പിൾസിനെ പറ്റി റിവ്യൂ ഒക്കെ നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു. 1995 സെപ്റ്റംബർ മാസത്തിൽ മാഞ്ചസ്റ്ററിൽ ഒരു അസംബ്ലി കൂടി ഉണ്ടായിരുന്നു. ICAൻ്റെ ജനറൽ അസംബ്ലി കൂടിയപ്പം അവിടെ സബ്മിറ്റ് ചെയ്തു. ആ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിൽ 7 പ്രിൻസിപ്പിൾസാണ് പറയുന്നത്. ആദ്യത്തേത് വോളണ്ടറി ആൻഡ് മെമ്പർഷിപ്പ്, സെക്കൻഡ് വൺ ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, തേർഡ് മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഫോർത്ത് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫോർമേഷൻ, 6th കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, 7th കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഇത്രയാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ബൈ ICA ഇൻ 1995 വരുന്നത്. അപ്പോൾ ഇത്രയും പ്രിൻസിപ്പിൾസാണ് നമുക്ക് കോപ്പറേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. 4 പ്രിൻസിപ്പിൾസ് ആണ് വരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.